ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ലോകം സമാധാനം കാംക്ഷിക്കുമ്പോൾ ഇന്ത്യൻ തീരത്തിന് സമീപമുണ്ടായ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണം വിഷയം കൂടുതൽ ഗൗരവകരമാക്കിയിരിക്കുകയാണ്. ചെങ്കടലിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ ശനിയാഴ്ച ഡ്രോൺ ആക്രമണമുണ്ടായതോടെ പെന്റഗണും ഇറാനും വീണ്ടും കൊമ്പുകോർക്കുന്നതും ലോകം കാണുകയാണ്. അറബിക്കടലിൽ ഇന്ത്യൻ തീരത്തിന് സമീപം കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്കയുടെ സൈനിക കേന്ദ്രമായ പെന്റഗൺ പറഞ്ഞതോടെ ഇറാനും മറുപടിയുമായി രംഗത്തെത്തി. യമനിലെ ഹൂതി വിമതരാണ് ആക്രമണം നടത്തിയതെന്നും അവർ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇറാൻ പറയുമ്പോഴും ഭീകരാക്രമണങ്ങൾക്ക് ഇറാൻ കളമൊരുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായി ഉയർത്തുകയാണ് അമേരിക്ക. ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ വിറങ്ങലിച്ച് മരവിച്ച ഗാസയ്ക്കപ്പുറം ലോകത്തിന്റെ പലയിടങ്ങളിലും അതിന്റെ തീപ്പൊരി വീഴുന്നതിന്റെ ലക്ഷണമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്ക് കപ്പലിന് നേർക്കുള്ള ആക്രമണം. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂതി സായുധ സംഘം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണെങ്കിൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി കടന്നുകയറിയത് പശ്ചിമേഷ്യയ്ക്കപ്പുറം രാജ്യങ്ങളെ അരക്ഷിതാവസ്ഥയിലാക്കുകയാണ്. ഗസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ തുടരുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതി സായുധ സംഘം ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘങ്ങൾ ചെങ്കടലിനപ്പുറത്തേക്ക് ഇറാനിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തുന്നത് ലോകത്തെ രണ്ട് തട്ടിലാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനോട് ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഐക്യരാഷ്ട്ര സംഘടന വഴി സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യങ്ങളും കപ്പലുകൾക്ക് നേർക്കുള്ള ഇറാന്റെയും ഹൂതി സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നുണ്ട്. ഇസ്രയേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതി സായുധ സംഘം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. 35 രാജ്യങ്ങളിലെ 10 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ പിന്തുണയോടെ ഹൂതി സായുധ സംഘം ആക്രമണം നടത്തിയെന്ന് പെന്റഗൺ ആരോപിക്കുന്നുണ്ട്. ഇവർ ഇതുവരെ 100 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായാണ് അമേരിക്കയുടെ കണക്ക്. കഴിഞ്ഞ മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രയേലി കപ്പലിന് നേരെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കോർ ആക്രമണം നടത്തിയതും ലോകരാഷ്ട്രങ്ങളെ ചൊടിപ്പിച്ചിരുന്നു. ഗാസയിലെ ആക്രമണങ്ങൾ തുടർന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർ ഭീഷണി മുഴക്കിയതും പണ്ടേ അസ്വസ്ഥമായ അമേരിക്കൻ ഇറാൻ ബന്ധത്തെ കൂടുതൽ ഉലച്ചിട്ടുണ്ട്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണവും ഇറാന്റെ സ്വയമേവയുള്ള ആക്രമണങ്ങളും വലിയ രീതിയിലുള്ള അസ്വസ്ഥത മെഡിറ്ററേനിയനിലും അതിനപ്പുറത്തും സൃഷ്ടിക്കുന്നുണ്ട്. ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ചെറുക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ചെങ്കടൽ പ്രതിരോധ ദൗത്യ സംഘത്തിൽ ഇതുവരെ 20 രാജ്യങ്ങൾ അണിചേർന്നതും ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. ലൈബീരിയൻ പതാക സ്ഥാപിച്ച ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള നെതർലൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെംപ്ലോട്ടോ എന്ന കെമിക്കൽ ടാങ്കർ പ്രാദേശിക സമയം 10 മണിക്ക് ഇന്ത്യൻ തീരത്തിന് 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന പെന്റഗൺ പ്രസ്താവന ഇന്ത്യയിലും ചലനം സൃഷ്ടിച്ചു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരും പലസ്തീനിലെ ഇസ്രായേൽ ആക്രമണ ഘട്ടങ്ങളിൽ ഇസ്രായേൽ അനുകൂല സമീപനമാണ് സ്വീകരിച്ചത്. ആക്രമിക്കപ്പെട്ട കപ്പലിൽ 21 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ തീരത്തിന് സമീപം അറബിക്കടലിൽ നടന്ന ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ചെങ്കടലിൽ ഇന്ത്യൻ പതാകയേന്തി വന്ന ഒരു എണ്ണക്കപ്പലിന് നേർക്ക് ഹൂതി ആക്രമണം ഉണ്ടായതും രാജ്യത്തിന് നിസ്സാരമായി കാണാനാവില്ല. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സംഭവത്തിന് പിന്നാലെ മറ്റു കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹുതികളെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നുവെന്ന് സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം ആയുധങ്ങൾ അയക്കുന്നുവെന്ന ആരോപണങ്ങൾ മാത്രമാണ് നിഷേധിച്ചിട്ടുള്ളത്. ഗസയിൽ ഇസ്രയേൽ ആക്രമണം ഇനിയും തുടർന്നാൽ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. യുഎസും അതിന്റെ സഖ്യകക്ഷികളും ഗാസയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തുടരുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കേണ്ടി വരുമെന്ന് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇത് നടപ്പാക്കുമെന്നൊന്നും റിവല്യൂഷണറി ഗാർഡ്സ് വിശദീകരിച്ചിട്ടില്ല. മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇറാന് നേരിട്ടുള്ള പ്രവേശന മാർഗം ഇല്ലെന്നിരിക്കെ ഇത് എങ്ങനെയാണ് ഇറാൻ അടയ്ക്കുക എന്ന കാര്യം വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ലെബനിലെ ഹിസ്ബുള്ളയും സിറിയയിലെ സഖ്യസേനയും മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇറാന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമാണ് ഇറാന്റെ വാക്കുകൾക്ക് ലോകം വില നൽകുന്നതിന്റെ കാരണം. ആക്രമണ ഭീതിക്കപ്പുറം ലോകത്തെ വ്യാപാര വ്യവസായങ്ങളെയും ചരക്ക് നീക്കത്തെയും ചെങ്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അരക്ഷിതാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ പ്രധാന ആഗോള വ്യാപാര പാതയിൽ എണ്ണ, ധാന്യം, മറ്റു ചരക്കുകൾ എന്നിവയുടെ സുഗമമായ ചരക്ക് നീക്കം ഈ ആക്രമണങ്ങൾ കാരണം ആശങ്കയിലായിട്ടുണ്ട്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്ക് സാധനങ്ങൾ ഉയർന്ന രീതിയിൽ ഇൻഷുറൻസ് ചെയ്യേണ്ടി വരുന്നതും ചരക്ക് നീക്കത്തിന് ചെലവ് വർദ്ധിച്ചതും വ്യാപാര മേഖലയെ കടുത്ത പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇസ്രയേലിന്റെ ഗാസ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് കരുതുന്ന ഇറാനെതിരെ കടുത്ത നീക്കത്തിന് മടിയില്ലാത്ത അമേരിക്കയും ലോകത്ത് വീണ്ടും യുദ്ധപ്രതിസന്ധി സൃഷ്ടിക്കുന്നതും കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇസ്രയേൽ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ പിടിച്ചെടുക്കുന്നതും ആക്രമിക്കുന്നതും ഇസ്രയേൽ ഹമാസ് യുദ്ധം ലോകം മുഴുവൻ വ്യാപിക്കാൻ കാരണമായേക്കുമെന്ന ഭീതിയും ഉയർത്തുന്നുണ്ട്.
വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.